വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നീയാ എൻ്റെ മോൻ, നീ എനിക്ക് എന്നും കൂട്ടായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ശിവനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. പക്ഷെ ശാലിനി ഒന്നും മിണ്ടുന്നില്ല. ശിവൻ ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ ചന്ദ്രയാണെങ്കിൽ ഏട്ടൻ എന്താ ഇത്രയും സമയമായിട്ട് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. വേലായുധൻ്റെ വീട്ടിലേക്ക് രാത്രി ശിവൻ കൂടി ചെല്ലുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ശിവനാണെങ്കിൽ ചന്ദ്രയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഏട്ടൻ എന്താ വരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെ എനിക്ക് ഇന്നങ്ങോട്ട് വരാൻ പറ്റില്ല, ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. വേലായുധൻ്റെ മോള് റാണിയാണെങ്കിൽ അതിനൊക്കെ കൂട്ടുകിടക്കാൻ വരുമെന്ന് പറയുകയാണ്. അന്നേരം അവരെ അപ്പുറത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ അവിടെ സുരക്ഷിതമാണ്, അവർ വരുമെന്ന്, ആ കുട്ടി വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയും വേലായുധനും കൂടി വാതിൽക്ക് വന്നിട്ടിങ്ങനെ, ചന്ദ്രയല്ല റാണിയും വേലായുധനും കൂടി വന്നിട്ടിങ്ങനെ ചന്ദ്രയെന്ന് വിളിക്കുകയാണ്. അന്നേരം റാണി വന്നു തോന്നുന്നു പറയുമ്പോൾ, നീ ചെല്ലി കഥ തുറക്കുക, ഒരു പ്രശ്നമില്ല, നാളെ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്ര ചെന്ന് വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് ഞാനിന്ന് ചന്ദ്രയ്ക്ക് കൂട്ടിടക്കാൻ വന്നതാണെന്നൊക്കെ റാണി പറയുന്നുണ്ട്. അന്നേരം ഏട്ടൻ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് വേലായുധൻ പറയുന്നുണ്ട്, ഇവള് മോൾക്ക് കൂട്ടായിട്ടുണ്ടാകും, വേലായുധൻ്റെ വീട്ടിൽ ആരും വന്നു മോളെ ഒന്നും ചെയ്യില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അപ്പോൾ ശരി നിങ്ങൾ കഥകടച്ച് കിടന്നോളൂ എന്നും പറഞ്ഞിട്ട് വേലായുധൻ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം വീണ്ടും ചന്ദ്ര റാണിയോട് ആ ഒരു വിഷമമൊക്കെ പറയുകയാണ്, ടെൻഷനാണ്, എന്ത് സംഭവിക്കുമെന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി ആണെങ്കിൽ അവിടെ ആ ഒരു റൂമിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ സങ്കടമൊക്കെ പറയുകയാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി വീട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ, അച്ഛനാണെങ്കിൽ രോഗാവസ്ഥയാണെന്നൊക്കെ പറയാം, പക്ഷേ അച്ഛൻ്റെ വാശിക്കനുസരിച്ച് എല്ലാവരും, സത്യാമ്മയുടെയൊക്കെ എല്ലാവരും നിൽക്കുകയാണ്. എനിക്ക് വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്യേണ്ടി വന്നാൽ പിന്നെ ശാലിനി ജീവിച്ചിരിക്കില്ല. ഞാൻ അങ്ങനെ വിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നെ നാളത്തെ ഒരു ചടങ്ങ് മുടക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടത്തോടെ ആ ഫോട്ടോ നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനത് തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ്, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ചങ്ക് പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വയം അങ്ങ് ഇല്ലാതാക്കും, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ്, വെറുതെ പറയുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആ വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരികയാണ്. ഒരിക്കൽ വീട് വിട്ട് ആ പാറക്കുട്ടിയെയും കൊണ്ട് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയില്ല, ആ സീനൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ആ വിഷ്ണു ആ ഒരു ഷർട്ട്, വിഷ്ണുവിൻ്റെ സാധനങ്ങളെ രേഷ്മ കൊടുത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം ആ ഷർട്ട് ഇട്ട് വിഷ്ണു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. തുടർന്ന് ചന്നി പെട്ടെന്ന് ആ ഒരു അലമാരി തുറന്നിട്ട് ആ ഒരു കവർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ചെരുപ്പും മാലയും മാത്രമേ കാണുന്നുള്ളൂ. അന്നേരം വിഷ്ണുവിൻ്റെ അവസാനമായി ഉപയോഗിച്ച ഷർട്ട്, എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ, വിഷ്ണുവിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ ഒന്ന് എടുത്ത് നോക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ, ഇതിപ്പോൾ ആരായിരിക്കും എടുത്തത്, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നോക്കുകയാണ്. എന്നിട്ടിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ആ ഒരു ഷർട്ടാണെങ്കിൽ രാഘവൻ നായർ കൊണ്ടുപോയി ശിവനെ ഇടിയിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. തുടർന്ന് ഷർട്ടൊക്കെ രാഘവൻ നായർ ഇടിയിപ്പിക്കുന്നുണ്ട്. അന്നേരം അച്ഛ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ശിവൻ ആ സംശയത്തോടെ ചോദിക്കുകയാണ്. അന്നേരം എന്തോ പ്രശ്നം, കറക്റ്റ് അളവ് തന്നെയാണ്, കൂടുതലുമില്ല കുറവുമില്ല, ഇതെന്തിനാ അലമാരിയിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ഇടാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശിവനിങ്ങനെ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണുമ്പോൾ ശാലിനിക്ക് ആപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഇതെന്തിനാ എടുത്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അത് അലമാരയിൽ ഷർട്ട് വെറുതെ വെച്ചിരിക്കുന്നത് എന്തിനാ, ഇത് കൊള്ളാം, ഇത് കറക്റ്റ് തന്നെ, നാളത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇത് ഇട്ടാൽ മതി, ഇതല്ലേ നല്ലതെന്നൊക്കെ പറയുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നിങ്ങനെ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇതിനെന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അങ്ങോട്ട് അയച്ചേ, ഇതങ്ങനെ എടുക്കാനുള്ളതല്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഷർട്ട് അവനിട്ടാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ആദ്യം ഒന്ന് നിന്നെങ്കിലും പിന്നീട് ശാലിനിക്ക് ആ ഒരു ദേഷ്യവും സങ്കടവും അടക്കാനായിട്ട് കഴിയുന്നില്ല. അന്നേരം തുടർന്ന് അഴിക്കാനല്ലേ പറഞ്ഞത്, അഴിക്ക് എന്നിങ്ങനെ ദേഷ്യത്തോടെ ശാലിനി പറയുമ്പോൾ ശിവന് പിന്നെ എതിർക്കാനൊന്നും കഴിയുന്നില്ല. അഴിക്ക് എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ തട്ടനെ നിൽക്കുകയാണ്. അവസാനം ശിവന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അവസാനം ശിവൻ ഷർട്ട് ഇങ്ങനെ അഴിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അത് പിടിച്ചങ്ങോട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. രാഘവൻ നായർ ഇതൊക്കെ എന്തിനാ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ശാലിനിയാണെങ്കിൽ ശിവനോട് പറയുകയാണ്, ഈ ഷർട്ട് ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ്, ഇതിൻ്റെ വില എന്താണെന്ന് അളന്ന് തിട്ടപ്പെടുത്താനും സാധിക്കില്ല, അതുകൊണ്ട് ഇതുപോലെയുള്ള പണിക്ക് ഇനി ആരുടെ എന്ന് പറഞ്ഞാലും കൂട്ടു നിൽക്കരുത്, മേലാൽ ആവർത്തിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഷർട്ടും ആ മുണ്ടും അവിടെ വെച്ചിരുന്നു, അതും കൂടി എടുത്തുകൊണ്ട് ശാലിനി ആകെ ദേഷ്യത്തിൽ അങ്ങ് മുറിയിലേക്ക് പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കേണ്ടത്, ഇതെന്താ എല്ലാം എടുത്തുകൊണ്ട് പോകണോ എന്ന് ചോദിച്ചിട്ട് അവൾ എന്തോടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞ് ശിവൻ നിൽക്കുകയാണ്. ആകെ മാനം കെട്ട് ശിവൻ നിൽക്കുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലായി, നാളത്തെ ചടങ്ങിനെ
ഞാൻ അവൾക്കൊരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആകപ്പാടെ സന്തോഷത്തിലാണ്. പക്ഷേ ശിവൻ ആകെ ഒരു എളിഫീനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ തൻ്റെ ആ ഒരു പഴയ ഷർട്ട് അഴിച്ചു വെച്ചിരുന്ന ആ ഒരു ഷർട്ട് എടുത്ത് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് പോകുന്ന ശാലിനിയാണെങ്കിൽ ആ ഒരു മുണ്ടും ഷർട്ടും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആകെ വിഷമത്തിലിരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് റാണിയാണെങ്കിൽ ഇങ്ങനെ ഫോൺ ക്യാമറ ഓണാക്കിയിട്ട് ഹലോ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വാടകയ്ക്ക് വന്ന ചന്ദ്രയാണ്, പഴയ ചന്ദ്രിക തന്നെയാണ്, രമണനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രിക തന്നെയാണ്, വിഷമമൊക്കെ മാറാനായിട്ട് പിന്നെ രമണനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു തമാശ റീൽ എന്ന പോലെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്യുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ചന്ദ്ര വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ വെറുതെ ഒന്ന് ചെയ്തതാണ്, ചെയ്തു തുടങ്ങിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആരും കാണാതെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ്, എന്നെ ഇങ്ങനെ വൈറലാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം കെട്ടിയവനുമായിട്ട് തെറ്റി പിരിഞ്ഞ് വന്നപ്പോൾ വെറുതെ ഒരു രസത്തിന് റീൽസ് തുടങ്ങിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വല്ല മെച്ചമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നല്ല കണ്ടന്റ് വേണം എങ്കിലും മെച്ചപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ കാര്യങ്ങൾ പറയുക, ആരാ പിന്നെ രമണൻ എവിടെയാ, ആളെങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആള് പിന്നെ ഇങ്ങനെ കണ്ടുമുട്ടിയത് ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആണെങ്കിൽ പ്രകാശനാണെങ്കിൽ ചന്ദ്രയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം താനിപ്പോൾ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഏട്ടൻ്റെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിലാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കല്യാണക്കാരെ സംസാരിക്കാൻ ഏട്ടൻ വന്നിരുന്നു, ഇവിടുത്തെ ഒരു ജോലിയും വെച്ചുകൊണ്ട് അച്ഛനുമായിട്ട് നിന്നും പോകാൻ പാടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിങ്ങനെ പ്രകാശൻ പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് ഏട്ടൻ നമ്മുടെ കല്യാണം നടത്താൻ ഓടി നടക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ശരിയാക്കാൻ നോക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പ്രകാശം പറയുകയാണ്. എന്നിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നിങ്ങനെ ചന്ദ്രൻ പറയുമ്പോൾ കാണാമല്ലോ, നാളെ തന്നെ കാണാം, ഞാൻ വിളിക്കാം, എവിടെയാണെന്ന് വെച്ചാൽ വരാൻ പറ്റുന്ന സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് റാണി അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ആരാ രമണനാണോ വിളിച്ചത്, പേരെന്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശൻ ആൾ ഡോക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പുളിങ്കൊമ്പാണല്ലേ എന്നൊക്കെ ഇങ്ങനെ റാണി ചോദിക്കുകയാണ്. അന്നേരം ആ പുളിങ്കൊമ്പിന് ബലം പോരാന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എനിക്ക് വേറൊരു വിവാഹം ആലോചിച്ചത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും ഞാൻ പ്രകാശിനെ കെട്ടുമെന്നും പറഞ്ഞ് ചന്ദ്ര പറയുകയാണ്. അന്നേരം അങ്ങനെ തന്നെ വേണം, പിന്നെ എത്രയായാലും സ്നേഹിച്ച പുരുഷൻ്റെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തു തന്നെ നിൽക്കണം, പിന്നെ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാനായിട്ട് ശിവേട്ടനെ പോലുള്ളൊരു ഏട്ടനുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ കല്യാണം നടത്തി തരുമെന്ന് പറയുന്നുണ്ട്. അന്നേരം റാണി എന്തറിഞ്ഞിട്ടാണ് ശിവേട്ടൻ്റെ ഡബിളാണ് ബുദ്ധിയിലായാലും ശക്തിയിലായാലും എൻ്റെ അച്ഛനെന്ന് പറയുന്നത്, എന്തായാലും നോക്കാം, എന്നാലും ഞാൻ പ്രകാശിനെ കെട്ടുമെന്നും പറഞ്ഞ് ചന്ദ്ര ഇരിക്കുകയാണ്. അന്നേരം ഈ റാണി പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ, എൻ്റെ ആഗ്രഹം പൈലറ്റ് ആകണമെന്നായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല, പിന്നീടാണ് കല്യാണം നടന്നത്, അങ്ങേർക്കാണെങ്കിൽ മുടിഞ്ഞ സംശയം, ഒത്തുപോകില്ല എന്ന് നോക്കിയപ്പോൾ ഞാൻ വീട്ടേച്ചിഞ്ഞ് പോകുന്നതാണ്, ഇനി എൻ്റെ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി സത്യഭാമയുടെ വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ശിവനും പിന്നെ ശാലിനിയും രാഘവൻ നായരും കുട്ടികളും ഒക്കെ ഇരിക്കുകയാണ്. സത്യഭാമയും പൊന്നിയൊക്കെ ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്നുണ്ട്. ശാലിനി ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഇരിക്കുന്നത്. ശിവനിങ്ങനെ ശാലിനിയെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് ചെറുതായിട്ട്. അന്നേരം എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരിക്കാനായിട്ട് ഒരു ഭാഗ്യമൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇന്ന് ഇപ്പോൾ സ്പെഷ്യലാണെങ്കിൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്, നീ അതങ്ങോട്ട് വിഷ്ണുവിന് വിളമ്പി കൊടുത്തേ എന്നിങ്ങനെ ഭാമയോട് പറയുമ്പോൾ അത് ശരിയാണ്, ദാ ശിവന് എന്നിങ്ങനെ പറഞ്ഞ് ഭാമ ഇങ്ങനെ പറയുമ്പോൾ രാഘവൻ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഭാമ മാറ്റുന്നുണ്ട്, അല്ല ചെമ്മീൻ കൊണ്ടുവരുന്ന പെങ്കൊച്ചിനെ വിളിച്ചു വരുത്തി വാങ്ങിച്ചതാണ്, രാഘവേട്ടനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചത് അപ്പോഴും നടത്തണം, ഒടുക്കത്തെ വാശിയാണെന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ ഈ കുട്ടികൾ പറയുന്നുണ്ട് അച്ഛനിപ്പോൾ നമ്മുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല, അന്നേരം നിങ്ങളെ ബർത്ത്ഡേ ഒക്കെ വരുന്നത് അതിനൊക്കെ ഞാൻ ഒരിക്കൽ കൂട്ടങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പിന്നെ നാളെ ആ ക്ലീറ്റ വരുമ്പോഴേ എന്നിങ്ങനെ പറയുമ്പോൾ ക്ലീറ്റ അല്ല ക്ലീറ്റസ് എന്നൊക്കെ ഇങ്ങനെ കുട്ടികളെ തിരുത്തുന്നുണ്ട്. അന്നേരം എന്തായാലും അയാൾ വരുമ്പോഴേ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം, എന്നിട്ട് അത് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഫ്രെയിം ചെയ്ത് വെക്കണം, അടുത്ത ആനിവേഴ്സറിക്ക് ഞാനിപ്പോൾ ഇല്ലെങ്കിലേ എൻ്റെ ഒരു സാന്നിധ്യമെങ്കിലും ഉണ്ടാവണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങനെ ശാലിനി എന്താ കഴിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ഭാമ പെട്ടെന്ന് ശാലിനിയുടെ ഒരു സങ്കടവും അടർന്ന മുഖം കണ്ടിട്ട് മോൾക്ക് കുറച്ചുകൂടി കറി വിളമ്പട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നാളത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉമിനീര് പോലെ
ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല സത്യാമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം എന്തെങ്കിലും ഒരു വഴി കാണും എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം എന്താ രഹസ്യം, എന്താ ശാലിനി കഴിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയുന്നുണ്ട്, അതെ ശാലിനിക്ക് നാളെ ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, നമുക്ക് ഈ ചടങ്ങ് പിന്നീട് എപ്പോഴെങ്കിലും നടത്തിയാൽ പോരെയും ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, ഞാനിത് ആലോചിച്ച് തീരുമാനിച്ചതാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, ചിലപ്പോൾ അടുത്ത വർഷം ഞാൻ ഉണ്ടായില്ലെങ്കിലോ ഇങ്ങനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ ആരും കാണില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വയസ്സാകുമ്പോൾ ചിലപ്പോൾ ആഗ്രഹങ്ങൾ കൂടുമെന്ന് പറയുന്നില്ല, ആയുസ് അടുക്കാറാകുമ്പോഴാണ് ചിലപ്പോൾ ആഗ്രഹങ്ങൾ കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ രഘുനന്ദൻ സങ്കടമൊക്കെ കലർന്ന് സംസാരിക്കുകയാണ്. പിന്നീട് ഭാമയ്ക്കൊന്നും പറയാനും കഴിയുന്നില്ല. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ ആലോചിച്ചൊക്കെ സങ്കടപ്പെടുന്നത്, നമ്മുടെ കൂടെ അച്ഛനൊരു 100 വർഷം ജീവിക്കുമെന്ന് പറയുകയാണ്. അന്നേരം 100 വർഷം പോരടാ മക്കളെ അച്ഛന്, അതിൽ കൂടുതൽ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അന്നേരം സങ്കടപ്പെടുകയാണ്. തുടർന്ന് നാളെ എന്താ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് മക്കൾ ഉപ്പ് വിളമ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ് എന്ന് പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, ഉപ്പോ അതെന്തിനാ വിളമ്പുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ നാളെ ഉണ്ട്, നാളെ കാട്ടിത്തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ സായിയായിട്ട് ഇങ്ങനെ തലയൊക്കെ കൈ കൊടുത്തിരിക്കുകയാണ്. ശിവൻ കൂടെ ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിനുശേഷം രഘുനന്ദൻ കുട്ടികളോട് പറയുകയാണ്, അതെ ഇന്ന് നിങ്ങൾ കിടക്കുന്നത് എൻ്റെയും ഭാമയുടെയും കൂടെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് ഒരു കല്യാണമാണ്, എൻ്റെ മക്കളുടെ കല്യാണം, ഞാനല്ല പിന്നെ ആരാ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ സത്യാമ്മ ഇതൊക്കെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരവും ഭാമ അത് എതിർത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ രഘുനന്ദൻ അതിനെ വീണ്ടും തടയിട്ടങ്ങ് വാക്കുകൊണ്ടങ്ങ് തടയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, അതെ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കിടന്നാൽ മതി, അവരിങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ശിവനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശിവനിങ്ങനെ ശാലിനിയെ നോക്കിയിരിക്കുകയാണ്. അന്നേരം ആകെ ഒരു സന്തോഷത്തിലാണ്, ഇത് ഞാൻ നടത്തും, വേറെ ആരും എതിർത്തൊന്നും പറയണ്ട, ഞാൻ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതാണെന്നും പറഞ്ഞ് തറതട്ടനെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശാലിനി ആകെ സങ്കടത്തിലും ഇരിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ, പക്ഷേ കുട്ടികൾക്ക് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഇത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്നുള്ളതൊന്നും. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് രഘുനന്ദൻ രാത്രി ഈ ശിവനെ വിളിച്ചുകൊണ്ട് ശാലിനിയുടെ റൂമിലേക്ക് വരുന്നത്. ഞാനിവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. അതും കൂടി ആകുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെയും കൊണ്ട് ദേഷ്യം കടുക്കുകയാണ്. പിന്നീടായിരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.